രക്ഷപ്പെടും. ആഗ്രഹിക്കുന്ന വരുമാനം ഈ സിസ്റ്റത്തിലൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അത് തെളിയിച്ച് കാണിച്ചു തന്നിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഈ സിസ്റ്റത്തില്. ഒരുപാട് പേര്, 1, 2, 3 അല്ല, ഒരുപാട് പേര് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോഗ്രാം. അപ്പോ നമ്മളെല്ലാ പ്രോഗ്രാമും കേൾക്കുമ്പോ നമ്മൾ പറയാറുണ്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച്, അല്ലെ? ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ടാണ് എല്ലാവർക്കും ആഗ്രഹമുണ്ട് ഫിനാൻഷ്യൽ ഫ്രീഡം? എന്തുകൊണ്ടാണ് ഈ ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താത്തത്? അല്ലെ, ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടോ? ഞാൻ ജോലി ചെയ്യുന്നില്ലേ, സാലറി കിട്ടുന്നു, ബിസിനസ് ചെയ്യുന്നു, വരുമാനം കിട്ടുന്നു, എന്നിട്ട് എന്തുകൊണ്ട് ബാങ്ക് ബാലൻസ് ഇല്ല? എവിടെയാ പ്രശ്നം? ആരും പഠിക്കുന്നില്ല, പഠിപ്പിക്കുന്നില്ല. സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും എവിടെയാണെങ്കിലും, നമ്മുടെ പാരന്റ്സ് പോലും നമ്മളെ ഒരു മണി മാനേജ്മെന്റ് പഠിപ്പിക്കുക എന്നുള്ള രീതിയിലേക്കില്ല. നല്ലോണം പഠിക്കണം, നല്ല ജോലി, നല്ല സാലറി ഇതൊക്കെ പറയും. നല്ലോണം അധ്വാനിക്കാനും കാശുണ്ടാക്കാനൊക്കെ പറയും. പക്ഷെ ഒരു പണം ഉപയോഗിക്കേണ്ട രീതി, അതിനെ കുറിച്ച് ആർക്കും ഇല്ല. ഇതാണ് സത്യം. നമ്മൾ ലക്ഷങ്ങളുടെയും കോടികളുടെയൊക്കെ കഥ പറയും. ഞാൻ ജോലി ചെയ്ത് കുറെ സാലറി മേടിച്ചു, കുറെ ബിസിനസ് ചെയ്ത് വരുമാനം കിട്ടി, എന്നാ ഇപ്പൊ ഇതായിരിക്കും. ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും, ഓക്കെ. എന്നാലും ഒരു ബാങ്ക് ബാലൻസ് ഇല്ലാത്തതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. അതിലൊരു സംശയം വേണ്ട, ഒരു തർക്കവും വേണ്ട. ആ ഒരു കാര്യത്തിൽ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ ആരും പഠിച്ചിട്ടില്ല. കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ. ഒരു 1000 രൂപ ഒരു ദിവസത്തെ കൂലി ഉണ്ടെങ്കിൽ, ഒരു 1000 രൂപ ഒരു ദിവസത്തെ വരുമാനം കിട്ടാണെന്ന് കുടിക്കും. അന്നത്തെ ദിവസം ലഞ്ച് ഉണ്ടെങ്കിൽ 1000 കൂടി കടം വാങ്ങിച്ച് 2000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പക്ഷെ ആ 1000 രൂപ കൊണ്ട് ഒതുക്കാൻ നമുക്കൊണ്ട് പറ്റില്ല. എന്തുകൊണ്ട്? അതുകൊണ്ടാണ് പറയുന്നത് കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കണം. 1000 രൂപ കിട്ടിയാൽ 1000 ചെലവാക്കല്ല വേണ്ടത്. മിനിമം ആദ്യം നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു 100 രൂപ, ഒരു 10% നമ്മൾ സേവ് ചെയ്യണം. ബാക്കി 900 രൂപയാണ് നമ്മൾ പ്ലാൻ ചെയ്യാൻ, നമ്മുടെ ചെലവുകളും ബാധ്യതയിലേക്കൊക്കെ. പലരും ചിന്തിക്കുന്നുണ്ടാകും ബാധ്യതകൾ ഉണ്ടെങ്കിൽ എങ്ങനെ സേവ് ചെയ്യും. പ്രിയപ്പെട്ടവരോട് പറയാ, ബാധ്യതകൾ തീർക്കണമെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു ജീവിതത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, പഠിക്കേണ്ടത് സേവിങ്സ് ആണ്. നമുക്ക് കിട്ടുന്ന സാലറി അത് 10,000 ആണെങ്കിലും 50,000 ആണെങ്കിലും എത്രയാണെങ്കിലും അതിൽ നിന്നൊരു 10% നമ്മൾ ആദ്യം സേവ് ചെയ്യണം. ഒരു 25,000 ഉണ്ടെങ്കിൽ 2,500 കിട്ടുമ്പോൾ നമ്മൾ മാറ്റണം. ബാക്കിയുള്ളത് നമ്മൾ പ്ലാൻ ചെയ്യണം. ഒരു ബഡ്ജറ്റ് പ്ലാൻ ചെയ്യണം നമ്മൾ ഓരോന്നിനും. നമ്മൾ ഈ ബാധ്യതയിലേക്ക് പോകുന്നതിന്റെ ഒരു സ്റ്റെപ്പ് നമ്മൾ തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് ജീവിക്കാൻ അറിയില്ല. നമ്മൾ ചെലവാക്കുന്നതിന് മുമ്പ് ആദ്യം തീരുമാനമെടുക്കേണ്ടത് സേവിങ്സ് ആണ്. ഇപ്പൊ ബാധ്യതകൾ ഉള്ളവരാണെങ്കിലും ഇന്ന് മുതൽ നിങ്ങൾ ചെയ്യുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സേവിങ്സ്. അതിനെ 1 രൂപയെങ്കിൽ 1 രൂപ സേവ് ചെയ്ത് തുടങ്ങിയാലാണ് നമുക്ക് അതിനെ കൂട്ടാനും അതിലേക്ക് നമ്മൾ വേണ്ടി ജോലി ചെയ്യാനും വർക്ക് ചെയ്യാനും ഒക്കെ തയ്യാറാവുള്ളൂ. ഇന്നൊക്കെ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, ഒരുപാട് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ ഇന്നേ വരെ സേവിങ്സ് ചെയ്യാൻ പറ്റാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമും ഈ ഒരു ഫോളോ അപ്പും കിട്ടിയതിന്റെ പേരിൽ സേവ് ചെയ്യുന്ന ഒരുപാട് പേരെ എടുത്ത് കാണിക്കാൻ പറ്റും. ഒരുപാട് ലക്ഷങ്ങൾ ബാങ്ക് ബാലൻസ് വെച്ച ആളുകളെ എനിക്ക് കാണിച്ചു തരാൻ പറ്റും. വെറുതെ ചുമ്മാ പറയുന്നതല്ല, ചുമ്മാ ഡയലോഗ് അടിക്കുന്നതല്ല എന്ന് കൃത്യമായിട്ട് കാണിച്ചു തരാൻ പറ്റും. ഒരുപാട് പേര് പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തവരുണ്ട്. പുതിയ ബാങ്ക് അക്കൗണ്ട്, എന്തിന് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്? കൃത്യമായിട്ട് അല്ല കിട്ടുന്നതിൽ നിന്നൊന്നും സേവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവരോട് പറയും അതിൽ ഗൂഗിൾ പേ വേണ്ട, അതില് നിങ്ങൾ ATM കാർഡ് ഒന്നും ഉപയോഗിക്കല്. കൃത്യമായിട്ട് ഒരു സേവിങ്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആ പ്രോഗ്രാം കഴിഞ്ഞ 2025 തിരുവോണത്തിന്റെ അന്ന് 365 ദിവസത്തെ ഒരു ഫോളോ അപ്പ് ഇപ്പൊ 1 വർഷം തികയുന്നു. എത്രത്തോളം ആളുകളാണെന്നറിയോ? 1 രൂപയെങ്കിൽ 1 രൂപ നിങ്ങൾ സേവ് ചെയ്യുമെന്ന് പറഞ്ഞ് 1 2ആയിട്ടും 5ആയിട്ടും 10ആയിട്ടും 250ആയിട്ടും 500 ആയിട്ട് ഇപ്പൊ ഡെയിലി സേവ് ചെയ്യുന്ന ആളുകളാക്കി മാറ്റാൻ ഈ സിസ്റ്റത്തിന് സാധിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് പറഞ്ഞൊരു ഓർമ്മ വരുന്നുണ്ട്. ഞാൻ പല മീറ്റിങ്ങിലും പറഞ്ഞിട്ടുണ്ട്. അഡ്വക്കേറ്റിനെ കാണാൻ ആളുകൾ വരുന്നു, പണം കൊടുക്കുന്നു, പക്ഷെ കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഇല്ല. സാമ്പത്തിക അച്ചടക്കമില്ല. നമുക്കറിയാം, പഠിച്ചത് എന്താണോ അത് അറിയുള്ളൂ ആളുകൾക്ക്. അത് ഡോക്ടർ ആവാം, അഡ്വക്കേറ്റ് ആവാം, ആരായിക്കോട്ടെ.
കൃത്യമായിട്ടുള്ള ഒരു ഫോളോ അപ്പ് അദ്ദേഹത്തിന് കൊടുത്തപ്പോ ഇത്രയും വരുമാനം കിട്ടുന്ന ഒരു അഡ്വക്കേറ്റ് ആണ് എന്ന് ഒരു തിരിച്ചറിവുണ്ടാക്കി കൊടുക്കാൻ സേവ് ആപ്പിനെ പറ്റിയത്. ഇതേപോലെ തന്നെ അക്രം എന്ന് പറയുന്ന ഒരാള് ലക്ഷദ്വീപ് തന്നെയാണ്. പുള്ളിക്കാരൻ 8000 രൂപ വെച്ച് പെർ മന്ത് ഇപ്പൊ മാറ്റി വെക്കുന്നുണ്ട് സാലറിയിൽ നിന്ന്. ഇതുവരെ മാറ്റാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ മാസങ്ങളായിട്ട് അദ്ദേഹം അത് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ എത്ര റിസൾട്ടുകൾ എന്നറിയും. നമ്മൾ പറയും ഫിസിക്കൽ പ്രൊഡക്റ്റ് എന്തെങ്കിലും ഉപയോഗിക്കുമ്പോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസൾട്ട് ഉള്ളൂ എന്ന്. നിങ്ങൾ ഈ ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഇന്ന് ഈ മീറ്റിംഗ് കേൾക്കുന്ന 325 പേരുണ്ട് ഇപ്പോ ഈ മീറ്റിംഗിൽ. ഈ 325 പേരോടും പറയാം, നിങ്ങൾ ഒരു 1-2 മാസം ഈ ഒരു ഡിജിറ്റൽ പ്രൊഡക്റ്റ് ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്യൂ. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരും എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ പറ്റും.